തേങ്ങ, മാങ്ങ, ചക്ക, പ്ലാവ്. അച്ഛമ്മ ഫുൾ ടൈം പഠിത്തമാണല്ലോ. നിനക്ക് മാത്രം പഠിച്ചാൽ മതിയോ? അതല്ല ഞാൻ പറഞ്ഞേ, ഈ പ്രായത്തിൽ അച്ഛമ്മ ഈ പഠിയാൻ കാണിക്കുന്ന ഒരു കോൺഫിഡൻസും ഒരു ശുഷ്കാന്തിയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആണോ? അല്ല, അച്ഛമ്മക്ക് എന്നാ ഈ പഠിത്തം നേരത്തെ അങ്ങ് പഠിച്ചുകൂടായിരുന്നോ? എടാ, ഞാൻ പണ്ടത്തെ 7ാം ക്ലാസ്സാ. ആ 7ാം ക്ലാസ് പഠിച്ചാലേ ഇന്നത്തെ ഡിഗ്രിയാ. ഓ പിന്നെ. അതെ. എന്നാ അച്ഛമ്മക്ക് ഇത്ര വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന അച്ഛമ്മക്ക് മനസ്സിലാവും. എന്തുവാ പറ? അച്ഛമ്മ ഈ കോഴി പരിപാടി നിന്ന് പിന്മാറണം. നിന്റെ തള്ള പറഞ്ഞു വിട്ടായിരിക്കും. അമ്മയൊന്നും പറഞ്ഞു വിട്ടൊന്നും അല്ല. പിന്നെ അച്ഛമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ കോഴി നമ്മുടെ തന്നെ കൃഷി നശിപ്പിക്കുന്ന ഓർത്ത് നോക്കി. കൃഷി നശിക്കാതിരിക്കാൻ നമ്മൾ ആ കോഴിയെ എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്ത് വളർത്തണം. സെറ്റപ്പ് ചെയ്ത് വളർത്തിയത് വല്ല പട്ടിയോ പൂച്ചയോ വല്ലാണോ? അത് കൊള്ളാലോ. നീ അത് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ ഞാൻ ഏറ്റു. അത് മാത്രമാണോ? ഈ കോഴിയുടെ മേത്തൊക്കെ പേൻ വരും, അതൊക്കെ നമ്മുടെ മേത്ത് കയറിയ ചൊറിയത്തില്ലേ? നീ എന്താടാ കോഴിയെ കെട്ടിപ്പിടിച്ചെടുക്കാൻ പോകണോ? എന്നാ ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന മെയിൻ കാര്യം. എന്തോ നിന്റെ മെയിൻ കാര്യം? ഇപ്പൊ എല്ലായിടത്തും കോഴിപ്പനിയല്ലേ. കോഴിക്ക് എന്തിനാ പനിയോ? അല്ല, കോഴി വൈറൽ ഫീവർ, കോഴിപ്പനി. ആ പനി വന്നല്ല നമുക്കും ഒക്കെ പകരുവോ? പിന്നെ പകരാതെ എന്റെ കൂട്ടുകാരെ സംഗീതത്തിന്റെ അമ്മൂമ്മയില്ലേ, പുള്ളിക്കാരി 3 ദിവസം മുന്നേ തട്ടിപ്പോയത് കോഴിപ്പനി പിടിച്ച്. അയ്യോ, ചത്തും പോവോ? ആ പോവും. ഡോക്ടർമാര് പറഞ്ഞേക്കുന്നത് അതിനെ അടുത്തൊരു അടുപ്പിച്ച കരുതുന്ന പകരുന്ന. അപ്പൊ ഇനി എന്നെ ചെയ്യും? അല്ല, അച്ഛമ്മക്ക് ഇനി കോഴി വേണോ അതോ ഈ കോഴിപ്പനി വേണോ അതോ എന്തോ വേണമെന്ന് അച്ഛമ്മേനെ ആലോചിച്ചു. എനിക്കത്രേ പറയാമോ. ഓ, എനിക്ക് കോഴി വേണ്ട, എനിക്ക് എന്റെ ജീവൻ മതി. ആണല്ല? എന്നായിരുന്നു ആലോചിക്കും, കോഴി ജീവൻ വേണോ കോഴി വേണോ നോക്കാം. ചുമ്മാ ആവശ്യമില്ല അതോ കോഴിയൊക്കെ വളർത്തി അച്ഛമ്മക്ക് ഇനി വല്ലതും പറ്റിയാലോ. ഓ, വെറുതെ ഞാൻ ആ പുഷ്പയായിട്ട് കിടന്നുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കി. അച്ഛമ്മക്കാണെങ്കിൽ ഇമ്മ്യൂണിറ്റി ഇല്ല. കോഴിപ്പനി വന്ന അച്ഛമ്മക്കായിരിക്കും ആദ്യം വരാൻ പോകും. ഇമ്മ്യൂണിറ്റിയോ? അതായത് പ്രതിരോധശേഷി ഇല്ലാന്ന്. അപ്പൊ എനിക്ക് പെട്ടെന്ന് പിടിവിടും. പെട്ടെന്ന് പിടിവിടും. അപ്പൊ അച്ഛമ്മ ആലോചിക്ക് കോഴി വേണോ വേണ്ടെന്നൊക്കെ. എനിക്കത്രേ പറയാനുള്ളൂ. കോഴി വേണ്ട മോനെ, കോഴി വേണ്ട, കോഴി വേണ്ട. നല്ല കാര്യം. കോഴി ഇവിടെ വളർത്തൂലേ? അതാ അമ്മ പറഞ്ഞ കറക്റ്റാ. അമ്മ ഇത് ആടലും പടലേക്ക് കെട്ടി വെക്കട്ടെ. നമ്മുടെ വീട്ടിൽ കോഴി വേണ്ടെന്നേ. ഞാൻ അവളോട് നിർബന്ധം പിടിച്ചു കോഴിയെ കൊണ്ടുവരാനും പറഞ്ഞു. ഇനിയിപ്പം അവള് വിചാരിക്കുമല്ലോ വല്ല മഴക്കുറി തന്നെ. ഒരു മഴക്കൂല. ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാം കോഴിപ്പനിയുടെ കാര്യം. പറഞ്ഞാൽ മതി. ഇവിടെ വേണ്ട, ഇവിടെ വളർത്തുകയെ വേണ്ട. അച്ഛമ്മയെ സപ്പോർട്ട് ചെയ്താൽ മതി. അത് മാത്രമല്ല, ഈ കോഴി ഇവിടെ ഒക്കെ കാഷ്ടവിടുകയൊക്കെ ചെയ്യും അല്ലേ? മോ പറഞ്ഞ പോലെ എല്ലാം നശിപ്പിച്ചാലോ? മനസ്സിലായല്ലോ. എനിക്ക് ഇപ്പോഴാണ് ബോധം പോയത്. എന്റെ ചീരയെല്ലാം കുത്തിത്തിൻ. ഇല്ല, ഞാൻ വളർത്താൻ സമ്മതിക്കില്ല. കോഴി വേണ്ട. ഞാൻ പറഞ്ഞ പിന്നെ അവള് കൊണ്ടുവരില്ല അല്ലേടാ? അച്ഛമ്മ പറഞ്ഞാ കേൾക്കും. അപ്പൊ അച്ഛനും സമാധാനാവും. അച്ഛനും സമാധാനാവും. കോഴി വരുത്തി വെക്കുന്ന ഓരോ വിനേ. കോഴിപ്പനി അങ്ങനെയൊക്കെ ചത്തുപോയ നാണക്കാണ്. പത്രത്തിലും കൊടുക്കാൻ പറ്റൂ. ചത്തുവന്നല്ല, ഈ മുതലൊക്കെ ഇട്ടു പോകുന്ന ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. അതും എല്ലാം കൂടെ ഒരു കോഴി കാരണം എന്തൊക്കെ നഷ്ടപ്പെടും. കോഴി വേണ്ട, കോഴി വേണ്ട, കോഴി വേണ്ട. ഉറപ്പാണേ? ഉറപ്പാ. അപ്പൊ അത്രേ ഉള്ളൂ. ഡീൽ. കോഴിയെ കെട്ടിയെടുത്തോണ്ട് വന്നാ ഇനിയിപ്പോ എന്നാ പറയും?